مريم والبسة الصغيرة. مريم عندها بسة صغيرة اسمها سمر. هذه مريم وهذه سمر. مريم تحب بستها الصغيرة مرة. مريم تلعب مع البسة. في يوم من الأيام رجعت مريم من المدرسة وما حصلت البسة. مريم دورت عن بستها داخل البيت. مريم دورت عن بستها برا البيت وما حصلت البسة. مريم دورت في الدور العلوي، في الدور اللي فوق، ودورت في الدور السفلي، الدور اللي تحت، وما حصلت البسة. مريم خرجت من البيت. مريم دورت في الشارع. مريم نادت البسة: سمر سمر وينك، سمر وينك. مريم دورت عن بستها تحت الشجرة، ودورت عن بستها فوق الشجرة، وما حصلت البسة. مريم شافت بسة كبيرة وشافت بسة صغيرة، لكنها ما شافت بستها. مريم شافت بسة سوداء فوق السور، وشافت بسة بيضاء فوق السور، لكنها ما شافت بستها. مريم شافت بسة متينة، بسة دبة، وشافت بسة نحيفة، لكنها ما شافت بستها. مريم شافت بسة طويلة وشافت بسة قصيرة، ولكنها ما شافت بستها. مريم شافت بسة رجولها طويلة، وشافت بسة رجولها قصيرة، ولكنها ما شافت بستها. مريم شافت بسة نظيفة، وبسة وسخة، ولكنها ما شافت بستها. مريم دورت عن بستها تحت الدولاب، ودورت عن بستها تحت المكتب، ولكنها ما حصلت البسة. مريم بدت تبكي. مريم حصلت البسة. مريم والبسة الصغيرة. ഈ വീഡിയോയിൽ പറയുന്നത് മറിയം എന്ന പെൺകുട്ടിയെക്കുറിച്ചും പൂച്ചക്കുട്ടിയെക്കുറിച്ചുമുള്ള ചെറിയ ഒരു വിവരണമാണ്. مريم عندها بسة صغيرة اسمها سمر. هذه مريم وهذه سمر. മറിയം عندها بسة صغيرة اسمها سمر. മറിയം എന്ന് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ പേരാണ്. ഇന്ദഹ അവളുടെ അടുക്കലുണ്ട് ബിസ്സ സഗീറ ചെറിയൊരു പൂച്ചക്കുട്ടി. ഇസ്മുഹ അതിന്റെ പേര് സമർ എന്നാണ്. അപ്പൊ സമർ എന്ന പേരുള്ള ചെറിയൊരു പൂച്ചക്കുട്ടി മറിയം എന്ന പെൺകുട്ടിയുടെ അടുക്കൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഇവിടെ ബിസ്സ എന്നുള്ളതാണ് പുതിയ പദം. ബിസ്സ എന്ന് പറഞ്ഞാൽ പൂച്ച, സഗീറ എന്ന് പറഞ്ഞാൽ ചെറിയ, ഇസ്മുഹ ഇസ്മു എന്ന് പറഞ്ഞാൽ പേര്. ഓക്കെ, അപ്പോൾ ഇൻദഹ എന്ന് പറഞ്ഞാൽ അടുക്കൽ എന്നുള്ള മീനിങ് ആണ്. അതായത് എൻ്റെ അടുക്കൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറയാം ഹിന്ദി എന്നാണ് പറയാ. ഹിന്ദി എൻ്റെ അടുക്കൽ, ഹിന്ദി കലം എൻ്റെ അടുക്കൽ പേനയുണ്ട്, ഹിന്ദി സയ്യാറ എൻ്റെ അടുക്കൽ വണ്ടിയുണ്ട്, ഹിന്ദി ദബ്ബാബ് എൻ്റെ അടുക്കൽ സ്കൂട്ടർ ഉണ്ട് എന്നൊക്കെ പറയും. അതുപോലെ നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ് അന മൗജൂദ് ഇൻദ സയ്യാറ, അതായത് ഞാൻ വണ്ടിയുടെ അടുക്കൽ, കാറിന്റെ അടുക്കൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻദ എന്നാണ് അടുക്കൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇൻദ എന്ന പദമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇവിടെ ഇൻദഹ എന്ന് പറയാൻ കാരണം അതൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ്. അതിന് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇൻദഹു എന്നാണ് പറയാ. ഇനി ബിസ്സ എന്ന് പറഞ്ഞാൽ പൂച്ച, സഗീറ ചെറിയ. ഇനി വലിയ പൂച്ച എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ബിസ്സ കബീറ എന്ന് പറയാം. കബീർ എന്ന് പറഞ്ഞാൽ വലിയത്. ഇസ്മ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ് അർത്ഥം. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, നമ്മുടെ എപ്പോഴും അറബികളൊക്കെ ചോദിക്കും ഏഷ് ഇസ്മക്, എന്താണ് നിങ്ങളെ പേര് എന്നാണ് അർത്ഥം. ഏഷ് ഇസ്മക്. ഓക്കെ. مريم تحب بستها الصغيرة مرة. മറിയം തുഹിബ്ബു ബിസ്സതഹ സഗീറ മറ എന്ന് പറഞ്ഞാൽ മറിയം അവളുടെ ചെറിയ പൂച്ചയെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറയാ. മറ എന്ന് പറഞ്ഞാൽ നന്നായി, നല്ലവണ്ണം എന്നാണ് പറയാ. ഇപ്പൊ നമ്മോട് ഒരാൾ ചോദിക്കാണ്, ഇപ്പൊ കാലാവസ്ഥ എങ്ങനെയുണ്ട്, കൈഫ് ജൗ അൽ ഹീൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാ മർഹാർ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് എന്നർത്ഥം. അല്ലെങ്കിൽ മറ ബാരദ്, ഇപ്പൊ നല്ല തണുപ്പാണ്. അല്ലെങ്കിൽ മോയ മർഹാർ എന്ന് പറഞ്ഞാൽ മോയ നല്ല ചൂടാണ്. അല്ലെങ്കിൽ ഷായ് മർഹാർ, ചായ നല്ല ചൂടാണ് എന്ന് പറയാം. അതായത് മറ എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ എന്ന് പറയില്ല നമ്മള്, അതിനേക്കാണ് മറ എന്ന് ഉപയോഗിക്കുക. ഓക്കെ. مريم تلعب مع البسة.
മറിയം തിൽഅബ് മഅൽ ബിസ്സ. മറിയം ഈ ചിത്രത്തിൽ മറിയം പൂച്ചയോട് കൂടെ കളിക്കുകയാണ് എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിൽഅബ് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അതായത് നമ്മൾ കൊളോക്കിയൽ ശൈലി വരുന്ന മാറ്റങ്ങളാണ് തെൽഅബ് എന്നതിന് പകരം തിൽഅബ് എന്ന് പറയുന്നത്. തിൽഅബ്. അതുപോലെ മത്ത എന്നതിന് പകരം കൊളോക്കിയൽ ശൈലിയിൽ ഉപയോഗിക്കാറുള്ളത് മിത്ത എന്നാണ്. മിത്ത. അപ്പോൾ ഇവിടെ തിൽഅബ് മഅൽ ബിസ്സ എന്ന് പറഞ്ഞാൽ പൂച്ചയോട് കൂടെ കളിക്കുന്നു. ഇവിടെ മഅ എന്നുള്ള അർത്ഥം കൂടെ അല്ലെങ്കിൽ ഒപ്പം എന്നതിന് മഅ എന്നാണ് ഉപയോഗിക്കുക. നീ ആരുടെ കൂടെയാണ് വന്നത് എന്നെങ്ങനെ ചോദിക്കുക? മഅമിൻ ജീത്ത് എന്നാണ് ചോദിക്കുക. മഅമിൻ ജീത്ത്, നീ ആരുടെ കൂടെയാണ് വന്നത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ കൂടെ ആരാണ് എന്ന് ചോദിക്കണമെങ്കിൽ മിൻ മഅക്, മിൻ മഅക് എന്നാണ് ചോദിക്കുക. അതുപോലെ എൻ്റെ കൂടെ വരൂ, തആൽ മഇ, തആൽ മഇ, എൻ്റെ കൂടെ വരൂ എന്നാണ് പറയാ. അപ്പൊ മഅ എന്ന് പറഞ്ഞാൽ കൂടെ ഒപ്പം എന്നുള്ളതിലേക്ക് ഉപയോഗിക്കുന്നത് മഅ എന്നാണ്. ഓക്കെ. അല്ലെങ്കിൽ അവനോടൊപ്പം മഅഹു എന്നാണ് പറയാ. മഅ. في يوم من الأيام رجعت مريم من المدرسة وما حصلت البسة. في يوم من الأيام رجعت مريم من المدرسة وما حصلت البسة എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മറിയം മദ്രസയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവൾ പൂച്ചയെ കണ്ടില്ല. ഫിയോ മിനൽ അയ്യാം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. അപ്പോൾ ഫിയോ മിനൽ അയ്യാം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. റജഅത്ത് മറിയം മിനൽ മദ്രസ, മദ്രസയിൽ നിന്ന് മറിയം മടങ്ങി വന്നപ്പോൾ. റജ എന്നാണ് പറയാം, മടങ്ങി വരുന്നതിലേക്ക്. ഓക്കെ. സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി അത് തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പറയാ റജ എന്നാണ് പറയാ. റജ, റിട്ടേൺ ചെയ്യാനുള്ളത് എനിക്ക് റജ എന്നാണ് പറയാം. ഹദ മാബഗ റജ, ഹാദി ഹദ മാബഗ, ഇത് എനിക്ക് വേണ്ട, ഇതെന്ത് ചെയ്യാണ്? റജ, ഹദ റജ, ഇത് റിട്ടേൺ ചെയ്യാണ് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഞാൻ ഇത് എനിക്ക് മടങ്ങി തന്നു, ഞാൻ സാധനം എനിക്ക് റിട്ടേൺ തന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറയാ അന റജഅതലക്, അന റജഅതലക്, ഞാനത് നിനക്ക് റിട്ടേൺ തന്നിട്ടുണ്ട് എന്ന് പറയാൻ. അതുപോലെ പറയാണ് നീ പോവല്ലേ, ഇങ്ങോട്ട് തന്നെ മടങ്ങി വരൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറയാ ലാ തുറൂഹ് ഇർജഅഹിന, ഇർജഅഹിന, ഇർജ എന്നാണ് പറയാ, മടങ്ങി വരൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇർജഅഹിന. ഓക്കെ. ഇവിടെ റജ എന്ന് പറഞ്ഞത് മദ്രസയിൽ നിന്ന് മടങ്ങി വരുന്നതിനേക്കാണ് ഇവിടെ റജ എന്ന് ഉപയോഗിച്ചത്. അതുപോലെ മറ്റൊരു വാക്കാണ് വമാ ഹസലത്തുൽ ബിസ്സ, അതായത് പൂച്ചയെ കണ്ടില്ല എന്നുള്ളത്. ഹസല എന്ന് പറയാം, എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടുക അല്ലെങ്കിൽ ലഭിക്കുക എന്നുള്ളത് എനിക്ക് പറയാം ഹസല എന്നാണ്. ഹസൽത്തലി മിഫ്താഹ് സയ്യാറ, എനിക്ക് വണ്ടിയുടെ ചാവി കിട്ടി എന്ന് പറയാൻ വേണ്ടി, എനിക്ക് കിട്ടി എന്ന് പറയാൻ വേണ്ടി പറയാ ഹസലത്ത് എന്നാണ് പറയാ. ഹസൽത്ത്, ഹസൽത്ത് എന്നാണ് പറയാ. അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല എന്നങ്ങനെ പറയാ മഹസൽത്തുലി ഫുലൂസ്, മാ ഹസൽത്തുലി ഫുലൂസ് എന്നാണ് പറയാ. മഹസൽത്തുലി ഫുലൂസ്. അതുപോലെ എനിക്ക് കിട്ടിയോ, നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കുക? ഹസൽത്ത് എന്നാണ് ചോദിക്കുക. ഹസൽത്ത്, നിനക്ക് കിട്ടിയോ എന്നാണ് ചോദിക്കുക. അതുപോലെ നമ്മൾ പറയാണ് നീ അവിടെ പോകൂ, സാധനം അവിടുന്ന് കിട്ടും, ഇത് അവിടെ പോയിക്കോ, അവിടുന്ന് സാധനം കിട്ടും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറയാ അൻതറുഹുനാക് ബഹസലക് ഹാജ, അൻതറുഹുനാക് ബഹസലക് ഹാജ എന്നാണ് പറയാ. അപ്പൊ ഹസല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടുക എന്നതിനേക്കാണ് ഹസല എന്ന് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞത് പൂച്ചയെ കണ്ടില്ല എന്നാണ്, തിരിച്ചു വന്നപ്പോ പൂച്ചയെ കിട്ടിയില്ല, കണ്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ. مريم دورت عن بستها داخل البيت. മറിയം ദൗറത്ത് അൻ ബിസ്സതിഹ ദാഖിലുൽ ബൈത്ത്. മറിയം അവളുടെ പൂച്ചയെ വീട്ടിന്റെ ഉള്ളിൽ അന്വേഷിച്ചു, തിരഞ്ഞു എന്നാണ് അർത്ഥം. അതായത് ദൗറ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നതിനേക്കാണ് ദൗറ എന്ന് പറയാം. അല്ലെങ്കിൽ കണ്ടെത്തുക, തിരഞ്ഞു നോക്കാന്നൊക്കെ പറയില്ലേ, അതിനേക്കാണ് ദൗറ എന്ന് പറയാം. ഓക്കെ. ദാഖിലുൽ ബൈത്ത് പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിൽ. സാധാരണ ഉപയോഗിക്കുന്നതാണ് ദൗർ എന്നുള്ളത്. ദൗർ ബില്ല എന്ന്, അതായത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, ഇല്ലാത്ത സാധനം നമ്മൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറയാം ദൗർ ബില്ല എന്ന് പറയും. ദൗർ ബില്ല, ബില്ല ദൗർ എന്ന് പറയും. അതായത് അന്വേഷിക്കൊന്ന് നോക്കുക എന്ന് പറയില്ല നമ്മള്, അതിനേക്കാണ് ദൗർ എന്ന് പറയാം. ഓക്കെ. പിന്നെ ദാഖിലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിൽ. ദാഖിൽ എന്ന് പറഞ്ഞാൽ ഉൾഭാഗത്തിനേക്കാണ് ദാഖിൽ എന്ന് പറയാം. ദാഖിൽ, ഉള്ള്. അതായത് ഇനിയിപ്പോ ദാഖിലുൽ മക്തബ് എന്ന് പറയുകയാണെങ്കിൽ ഓഫീസിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇനി പെട്ടിയുടെ ഉള്ളിൽ എന്നാണെന്നുണ്ടെങ്കിൽ പറയാ ദാഖിൽ സുന്ദൂഖ്, പെട്ടിയുടെ ഉള്ളിൽ, ഉൾഭാഗം, ഉള്ളിനേക്കാണ് ദാഖിൽ എന്ന് പറയാം. അതുപോലെ പറയുന്നതാണ് ദഖൽ എന്ന് പറയും. അതായത് ദഖൽ എന്ന് പറഞ്ഞാൽ എന്താ?
അതായത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമ്മൾ പുറത്ത് വെക്കാതെ ദഖൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെക്കാനാണ് പറയുന്നത്. അതായത് ദഖൽ ദഖൽ ഹാദ, ഇതെന്ത് ചെയ്യേ ഉള്ളിൽ വെക്ക് എന്നാണ് അർത്ഥം. ദഖൽ. مريم دورت عن بستها برا البيت وما حصلت البسة. മറിയം ദൗറത്ത് അൻ ബിസ്സതിഹ ബറൽ ബൈത്ത് വമാ ഹസലത്തിൽ ബിസ്സ. മറിയം അവളുടെ പൂച്ചയെ വീടിന് പുറത്ത് അന്വേഷിച്ചു, തിരഞ്ഞു. വമാ ഹസലത്തിൽ ബിസ്സ, പൂച്ചയെ കിട്ടിയില്ല, കണ്ടില്ല എന്നാണ് അർത്ഥം. ഇവിടെ എല്ലാ പദങ്ങളും നമ്മൾ മുന്നേ പറഞ്ഞു. ബറ എന്നുള്ളതാണ്. ബറ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നാണ് അർത്ഥം. അതായത് ബറൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീടിന് പുറത്ത്, ബറൽ ഗുർഫ എന്ന് പറഞ്ഞാൽ റൂമിന് പുറത്ത്, ബറൽ മക്തബ് എന്ന് പറഞ്ഞാൽ ഓഫീസിന് പുറത്ത് എന്നാണ് അർത്ഥം. ബറ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നാണ് അർത്ഥം. ബറൽ ബാബ് എന്ന് പറഞ്ഞാൽ വാതിലിന് പുറത്ത് എന്നാണ് പറയാ. എന്തെങ്കിലും സാധനം കൊടന്നാൽ എവിടെ വെക്കേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയാ ബറൽ ബൈത്ത് ഹത്തുൽ ബറ, അല്ലെങ്കിൽ പുറത്ത് വെച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ബറ എന്നാണ് പറയാ. ഹത്തുൽ ബറ, പുറത്ത് വെക്കൂ. അന ഹത്തൈ തഗറാൽ ബറ, അന ഹത്തൈ തഗറാൽ ബറ, ഞാൻ സാധനങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി. مريم دورت في الدور العلوي في الدور اللي فوق ودورت في الدور السفلي الدور السفلي الدور اللي تحت وما حصلت البسة. مريم دورت عن بستها في الدور العلوي وفي الدور السفلي وما حصلت البسة എന്ന് പറഞ്ഞാൽ മറിയം അവളുടെ പൂച്ചയെ മുകളിലത്തെ നിലയിലും അന്വേഷിച്ചു, താഴത്തെ നിലയിലും അന്വേഷിച്ചു. അവൾക്ക് പൂച്ചയെ കണ്ടില്ല, അവൾ കണ്ടെത്തിയില്ല. ദൗർ എന്ന് പറഞ്ഞാൽ ഫ്ലോറിനാണ് ദൗർ എന്ന് പറയാം. ഫിദ്ദൗറുൽ ഔവൽ അല്ലെങ്കിൽ ഫിദ്ദൗറുൽ ഊല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നിലക്കാണ് ദൗറുൽ ഊല എന്ന് പറയാം. അതുപോലെ ദൗറു സാനി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നില. അതായത് ദൗർ എന്ന് പറഞ്ഞാൽ ഫ്ലോർ, നിലക്കാണ് ദൗർ എന്ന് പറയാം. അപ്പോൾ ദൗറുൽ ഉൽവി എന്ന് പറഞ്ഞാൽ മുകൾ എന്നാണ് അർത്ഥം. മുകളിലത്തെ നില, മുകളിലത്തെ നില. ഫിദ്ദൗറുൽ ഉൽവി, ദൗറുൽ ഉൽവി എന്ന് പറഞ്ഞാൽ മുകളിലെ നില. ദൗറു സുഫ്ലി എന്ന് പറഞ്ഞാൽ താഴത്തെ നില. ദൗറു സുഫ്ലി, താഴത്തെ നില. അതുപോലെ ഈ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രയോഗമാണ് അല്ലി എന്നുള്ളതിന്റെ പ്രയോഗം. അപ്പൊ നമ്മൾ പുതിയ വേറൊരു വീഡിയോ, നമ്മളൊരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഈ ചാനലിൽ. ഓക്കെ, അതായത് ദൗറത്തൻ ബിസ്സതിഹ ഫിദ്ദൗറിൽ ഉൽവി എന്ന് പറഞ്ഞതിന് ശേഷം അല്ലി ഫൗക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് അല്ലി, അല്ലി എന്നതിന്റെ പ്രയോഗം അതായത് എന്നാണ് അർത്ഥം. നമ്മൾ പറയല്ലോ, ഞാനൊരു വാഹനം കണ്ടു. എങ്ങനത്തെ വാഹനം? കബീർ, വലിയൊരു വാഹനം. അതിന് പകരം പറയണതാണ് എന്ത്? അനഷഫ്തു സയ്യാറ ലി കബീർ, അല്ലെങ്കിൽ അല്ലി കബീർ. ചിലപ്പോൾ ലി എന്ന് കേൾക്കാൻ പറ്റും, ചിലപ്പോൾ അല്ലി എന്ന് പറയും. ഓക്കെ, അതായത് അനഷഫ്തു സയ്യാറ ലി കബീർ എന്നുള്ള ഒരു പ്രയോഗം ഇവിടെ പറയണ്ടേ എന്ത്? ദൗറത്തൻ ബിസ്സതിഹ ഫിദ്ദൗറിൽ ഉൽവി അല്ലി ഫൗക്ക്. അല്ലി ഫൗക്ക് എന്ന് പറഞ്ഞാൽ അതായത് മുകളിലുള്ള നില എന്നാണ് അർത്ഥം. അതായത് എന്നൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് കൊളോക്കിയൽ ശൈലിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അല്ലി എന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലി. ഓക്കെ, വൈൻ ഹാദ സയ്യാറ ലിക്കാൻ ഹീന, വൈൻ ഹാദ സയ്യാറ ലിക്കാൻ ഹീന, അതായത് എവിടെ ആ വാഹനം, ഇവിടെ ഉണ്ടായിരുന്ന കാർ എവിടെ? നമ്മൾ ആദ്യം കാർ എവിടെയെന്ന് ചോദിച്ചു, എന്നിട്ട് പറയണെന്തേ? ലിക്കാൻ ഹീന, ഇവിടെ ഉണ്ടായിരുന്ന ആ വാഹനം എവിടെ എന്നാണ് അർത്ഥം. അതിനൊക്കെ പകരമാണ് അല്ലി എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. مريم خرجت من البيت. مريم دورت في الشارع. الشارع. മറിയം ഖറജത്ത് മിനൽ ബൈത്ത്, മറിയം ദൗറത്ത് ഫി ശാരിഅ. മറിയം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റോഡിൽ. ദൗറ എന്നുള്ള മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റോഡിൽ അന്വേഷിച്ചു, റോഡിലൊക്കെ തെരഞ്ഞു. مريم نادت البسة سمر سمر وينك سمر وينك. മറിയം നാദത്ത് അൽബിസ്സ സമർ സമർ വൈനക്. നാദ എന്ന് പറഞ്ഞാൽ വിളിക്ക എന്നാണ് അർത്ഥം. ഇവിടെ നാദത്ത് എന്ന് പറയാൻ കാരണം മറിയം എന്നുള്ളത് ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ്. അപ്പൊ നാദത്ത് പറഞ്ഞാല് വിളിക്ക എന്നാണ് അർത്ഥം.
നാദത്തിൽ ബിസ്സ പൂച്ചയെ വിളിച്ചു. എന്താണ് പൂച്ചയുടെ പേര്? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, സമർ എന്നാണ്. അപ്പൊ സമർ സമർ വൈനക്, നീ എവിടെ നീ എവിടെ എന്ന് മറിയം റോട്ടിലിറങ്ങി വിളിച്ചു അന്വേഷിച്ചു എന്നാണ് അർത്ഥം. مريم دورت عن بستها تحت الشجرة. മറിയം ദൗവറത്ത് അൻ ബിസ്സത്തിഹ തഹ്ത അഷ്ശജറ എന്ന് പറഞ്ഞാല് മറിയം അവളുടെ പൂച്ചയെ മരത്തിന് ചുവട്ടിൽ അന്വേഷിച്ചു. ودورت عن بستها فوق الشجرة وما حصلت البسة. മറിയം ദൗവറത്ത് അൻ ബിസ്സത്തിഹ ഫൗഖ് അഷ്ശജറ വമാ ഹസ്സലത്തിൽ ബിസ്സ. മറിയം അവളുടെ പൂച്ചയെ മരത്തിന് മുകളിലും അന്വേഷിച്ചു. വമാ ഹസ്സലത്തിൽ ബിസ്സ, പൂച്ചയെ കണ്ടില്ല. مريم شافت بسة كبيرة وشافت بسة صغيرة لكنها ما شافت بستها. شافت بسة كبيرة وشافت بسة صغيرة ولكنها ما شافت بستها. അവൾ വലിയ പൂച്ചയെ കണ്ടു, അതുപോലെ തന്നെ ചെറിയ പൂച്ചയെയും കണ്ടു. വലാക്കിന്നഹ മാ ഷാഫത്ത് ബിസ്സത്തിഹ, അവളുടെ പൂച്ചയെ പക്ഷേ അവൾ അവളുടെ പൂച്ചയെ കണ്ടില്ല. ഷാഫ എന്നാണ് പറയാ, കാണുക ഉള്ളത്. എനിക്ക് ഷാഫ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ നോക്കുക എന്നുള്ളത് എനിക്ക് പറയും ഷുഫ് എന്ന് പറയും. ഷുഫ് അതൊക്കെ നമ്മൾ സംസാരത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക, ഓരോ ആക്ഷനുകളിൽ നിന്ന്, ഒരു പ്രത്യേക ശൈലിയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക. കണ്ടു എന്നാണോ നോക്കുക എന്നാണോ എന്നുള്ളത്. ഷുഫ് എന്ന് പറയും, നോക്കുക എന്നുള്ളത് എനിക്ക്. അപ്പൊ ഇവിടെ ഷാഫത്ത് എന്ന് പറയാൻ കാരണം എന്താ? അതൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ്. ഷാഫത്ത്, അവള് കണ്ടു എന്നാണ് അർത്ഥം. ഇഞ്ചി നീ കണ്ടോ, അത് നീ കണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? അല്ലെങ്കിൽ ഇത് നീ കണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഷുഫ്ത് എന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ അന്ത ഷുഫ്ത് ഹാദ, ഇത് നീ കണ്ടോ എന്നാണ് അർത്ഥം. അപ്പൊ വലാക്കിന്നഹ മാ ഷാഫത്ത് ബിസ്സത്തിഹ, അവൾ അവളുടെ പൂച്ചയെ കണ്ടില്ല എന്നാണ് പറയാം. അപ്പൊ ഇവിടെ പഠിച്ചൊരു വാക്ക് ഷാഫ എന്നുള്ള പുതിയൊരു പദമാണ്. ഷാഫ എന്ന് പറഞ്ഞാൽ കണ്ടു, അല്ലെങ്കിൽ ഷൂഫ് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ ഷാഫ എന്നുള്ള പദം കണ്ടു, നോക്കി എന്നതിനൊക്കെ ഉപയോഗിക്കും. അത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ എന്നെങ്ങനെ ചോദിക്കുക? മുംകിൻ അഷൂഫ് എന്നാണ് പറയാം. മുംകിൻ അഷൂഫ്, ഞാൻ നോക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. مريم شافت بسة سوداء فوق السور. മറിയം ഷാഫത്ത് ബിസ്സ സൗദ ഫൗഖ് അസ്സൂർ, മതിലിന് മുകളിൽ കറുത്ത പൂച്ചയെ അവൾ കണ്ടു. മറിയം കണ്ടു. സൗദ എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നാണ് പറയാം. കറുപ്പിനിക്കാണ് സൗദ അല്ലെങ്കിൽ അസ്വദ് എന്നൊക്കെ പറയാം. അതുപോലെ സൂർ എന്നാൽ മതില് എന്നാണ് പറയാം. മതിലിനിക്കാണ് സൂർ എന്ന് പറയാം. وشافت بسة بيضة فوق السور لكنها ما شافت بستها. مريم شافت بسة بيضاء فوق السور ولكنها ما شافت بستها. മറിയം മതിലിന് മുകളിൽ വെളുത്ത പൂച്ചയെയും കണ്ടു, പക്ഷേ അവളുടെ പൂച്ചയെ അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ ബൈല എന്ന് പറഞ്ഞാൽ വെളുത്തതിനേക്കാണ് ബൈല എന്ന് പറയാം. ബൈല അല്ലെങ്കിൽ അബിയൽ, വെളുത്തതിനേക്ക് അബിയൽ ബൈല എന്ന് പറയും. ഓക്കെ. مريم شافت بسة متينة بسة دبة. മറിയം ഷാഫത്ത് ബിസ്സ മത്തീന ബിസ്സ ദുബ്ബ എന്ന് പറയുന്നുണ്ട്. അതായത് തടിയുള്ളത് എന്നാണ് മത്തീന എന്ന് പറഞ്ഞാൽ അർത്ഥം. സാധാരണ കൊളോക്കിയൽ ശൈലിയിൽ ഉപയോഗിക്കുന്നത് ദുബ്ബ എന്നാണ്, തടിച്ചതിനിക്ക്. ഇവിടെ മത്തീന എന്ന് പറയുന്നുണ്ട്. മത്തീന എന്ന് പറഞ്ഞാൽ തടിയുള്ളത് എന്നാണ് അർത്ഥം. ദുബ്ബ മത്തീന, തടിയുള്ള പൂച്ച എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാം ബിസ്സ ദുബ്ബ അല്ലെങ്കിൽ ബിസ്സ മത്തീന എന്നാണ് പറയാം. ഓക്കെ. وشافت بسة نحيفة لكنها ما شافت بستها. നഹീഫ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞതിനേക്കാണ് നഹീഫ എന്ന് പറയാം. തടിയില്ലാത്തത് നഹീഫ. മെലിഞ്ഞ പൂച്ച എന്നതിനേക്ക് പറയാം ബിസ്സ നഹീഫ എന്നാണ് പറയാം. മെലിഞ്ഞ പൂച്ച. مريم شافت بسة طويلة
وشافت بسة قصيرة ولكنها ما شافت بستها. مريم شافت بسة طويلة وشافت بسة قصيرة ولكنها ما شافت بستها. മറിയം വലിയ നീളമുള്ള പൂച്ചയെ കണ്ടു, അതുപോലെ തന്നെ നീളം കുറഞ്ഞ പൂച്ചയെയും കണ്ടു. തൊവീല എന്ന് പറഞ്ഞാൽ നീളമുള്ളത് എന്നാണ് അർത്ഥം, തൊവീൽ. അതുപോലെ തന്നെ ഗസീറ എന്ന് പറഞ്ഞാൽ നീളമില്ലാത്തത് എന്നാണ് അർത്ഥം, നീളം കുറഞ്ഞതിനേക്കാണ് ഗസീറ എന്ന് പറയാം. ഇവിടെ ഗസീറ, തൊവീല, അതുപോലെ തന്നെ നേരത്തെ നഹീഫ എന്നൊക്കെയാണ് പറഞ്ഞത്. അത് പറയാൻ കാരണം ബിസ്സ എന്നുള്ള പദം അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. അത് മാസ്കുലിൻ ആകുമ്പോൾ പറയാ തൊവീൽ, ഗസീർ, അതുപോലെ തന്നെ നഹീഫ് എന്നൊക്കെയാണ് പറയാം. ഇവിടെ ഗസീറ, തൊവീല എന്ന് പറയാൻ കാരണം അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ തൊവീൽ എന്ന് പറഞ്ഞാല് നീളമുള്ളത്, ഗസീർ എന്ന് പറഞ്ഞാല് നീളം കുറഞ്ഞത്. مريم شافت بسة رجولها طويلة وشافت بسة رجولها قصيرة ولكنها ما شافت بستها. مريم شافت بسة رجولها طويلة وشافت بسة رجولها قصيرة ولكنها ما شافت بستها. നേരത്തെ നമ്മൾ പറഞ്ഞത് നീളമുള്ള പൂച്ച അതുപോലെ തന്നെ നീളം കുറഞ്ഞ പൂച്ച എന്നായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് മറിയം പൂച്ചയെ കണ്ടു. എങ്ങനത്തെ പൂച്ചയാണ്? റുജൂലഹ തൊവീല, ആ പൂച്ചയുടെ കാല് നീളമുള്ളതാണ്. അതുപോലെ തന്നെ റുജൂലഹ ഗസീറ, ആ പൂച്ചയുടെ കാല് നീളം കുറഞ്ഞതാണ്. ഇവിടെ പറയുന്നത് കാലിനെ കുറിച്ചാണ്. റുജൂലഹ തൊവീല, റുജൂലഹ ഗസീറ, അങ്ങനത്തെ പൂച്ചയെയും കണ്ടു. വലാകിന്നഹ മാ ശാഫത് ബിസ്സതിഹ, അവളുടെ പൂച്ചയെ അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. مريم شافت بسة نظيفة وبسة وسخة ولكنها ما شافت بستها. مريم شافت بسة نظيفة وشافت بسة وسخة. ബിസ്സ നളീഫ എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള പൂച്ച, വൃത്തിയുള്ള പൂച്ചയെ മറിയം കണ്ടു. വശാഫത്ത് ബിസ്സ വസ്ഖ, വിസ്ഖ എന്ന് പറഞ്ഞാൽ ചളിയുള്ളത്, അതായത് വൃത്തിയില്ലാത്തതിനേക്കാണ് വസ്ഖ എന്ന് പറയുക. വസഖ് എന്നാണ് പറയാ, വസഖ്, വിസ്ഖ. അത് കൊളോക്കിയ ശൈലിയിൽ പറയുന്നത് കൊണ്ടാണ് വിസ്ഖ എന്ന് പറയുക. വസഖ് എന്നാണ് ചളിയുള്ളത്, അതായത് വൃത്തിഹീനമായതിനേക്ക് വസഖ് എന്നാണ് പറയാ, വസഖ്. അപ്പം ഷാഫത്ത് ബിസ്സ വസ്ഖ എന്ന് പറഞ്ഞാല് വൃത്തിയില്ലാത്ത പൂച്ചയായി മറിയം കണ്ടു. വലാകിന്നഹ മാ ഷാഫത്ത് ബിസ്സതിഹ എന്ന് പറഞ്ഞാൽ അവളുടെ പൂച്ചയെ അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ പഠിച്ച രണ്ട് പദം, ഒന്ന് നളീഫ് എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ളത്, വസഖ് എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്തത്, വൃത്തിഹീനമായത്. مريم دورت عن بستها تحت الدولاب. ദൂലാബ് എന്ന് പറഞ്ഞാൽ അലമാരി, അലമാരിക്കാണ് ദൂലാബ് എന്ന് പറയാം. ദൂലാബ്, അലമാരി. ودورت عن بستها تحت المكتب ولكنها ما حصلت البسة. مريم بدت تبكي. മറിയം കരയാൻ തുടങ്ങി. ബദ എന്നാണ് പറയാ, എന്തെങ്കിലും കാര്യം തുടങ്ങുക എന്നുള്ളതിനേക്ക് ബദ. ഇവിടെ ബദഅത്ത് എന്നാണെങ്കിലും ഇതും കൊളോക്കിയൽ ശൈലി വരുന്ന സമയത്ത് ബദത്ത് എന്നാണ് പറയാം, അതായത് സ്ത്രീ ആയതുകൊണ്ട്. ബദത് തെബിക്കി, മറിയം കരയാൻ തുടങ്ങി. ബക്ക യബിക്കി, കരയ എന്നുള്ളതിനേക്ക് ബക്ക എന്നാണ് പറയാം, കരയുക. അപ്പൊ മറിയം ബദത് തെബിക്കി എന്ന് പറഞ്ഞാല് മറിയം കരയാൻ തുടങ്ങി. مريم حصلت البسة. മറിയം ഹസലത്ത് അൽബിസ, മറിയമിന് പൂച്ചയെ കിട്ടി എന്നാണ് അർത്ഥം. ഈ ചിത്രത്തിൽ മറിയം പൂച്ചയെ കാണുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് മഹസലത്ത് എന്നാണ് പറഞ്ഞത്, അതായത് കിട്ടിയില്ല എന്ന്. അവസാനം പറഞ്ഞത് ഹസലത്ത് അൽബിസ എന്നാണ്, അതായത് പൂച്ചയെ കിട്ടി എന്നാണ് അർത്ഥം. ഹസല. سؤال: وين كانت البسة؟ تحت السرير، تحت الدولاب، تحت المكتب.
جاوبوني في التعليقات. شكرا، مع السلامة. സുആൽ വൈൻ കാനത്ത് അൽബിസ്സ ജാവിബൂനി ഫി തഅലീഖാത്ത് എന്നാണ് വീഡിയോയിൽ പറഞ്ഞത്. ഇതുവരെ നമ്മൾ വീഡിയോ കണ്ടു. വീഡിയോയുടെ അവസാനം ആ കുട്ടി ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്. അതായത് വൈൻ കാനത്തിൽ ബിസ്സ, എവിടെയായിരുന്നു പൂച്ച എന്നാണ് അർത്ഥം. തഹ്ത് സിരീർ എന്ന് പറഞ്ഞാൽ കട്ടില്, സിരീർ എന്ന് പറഞ്ഞാൽ കട്ടിൽ. തഹ്ത ദുലാബ് അലമാരി, അലമാരിയുടെ ചുവട്ടിൽ. തഹ്തൽ മക്തബ് മേശയുടെ ചുവട്ടിൽ. ഇത് ഏതാണ് ശരിയായ ഉത്തരം എന്ന് ജാവിബൂനി ഫി തഅലീഖാത്ത്. ജാവിബൂനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകൂ. ഫി തഅലീഖാത്ത് കമന്റിൽ. തഅലീഖാത്ത് എന്നാണ് പറയാം കമന്റിന്. അപ്പൊ കമന്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഉത്തരം എഴുതുക. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളും എന്ത് ചെയ്യുക, നിങ്ങൾ ഉത്തരം എഴുതുക. എവിടെ ആയിരുന്നു പൂച്ചക്കുട്ടിയെ അവർ കണ്ടെത്തിയത് എന്നുള്ള ഉത്തരം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. മഅസ്സലാമ.